വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടമായിട്ട് 51 സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. സിറ്റിംഗ് MLA-മാരിൽ 20 പേർക്കും സീറ്റ് വീണ്ടും നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ ശേഷിക്കുന്ന 31 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് ഉൾപ്പെടെ ലക്ഷ്യമിടുന്നത്. അതിന്റെ ചർച്ചകളാണ് ഡൽഹിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായിട്ടൊക്കെ തന്നെ നടക്കുന്നത്. അതിന്റെ സ്ക്രീനിങ്ങും ഒക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ നടക്കുകയാണ്. എന്തായാലും അടുത്ത തിങ്കളാഴ്ചയോടുകൂടി സംസ്ഥാനത്തെ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കും വനിതകൾക്കും പുതുമുഖങ്ങൾക്കും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം നൽകുമെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഏതാണ്ട് പ്രാവർത്തികമാകുന്നു എന്നതാണ് നമുക്ക് ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനകത്തെ യുവാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടാകും. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെയും വിദ്യാർത്ഥി സംഘടനയായ KSUവിന്റെയും ഒക്കെ തന്നെ നേതാക്കൾക്ക് അർഹമായ പരിഗണന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന പോലെ പത്തനംതിട്ട ജില്ലയിൽ വളരെ നിർണായകമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആറന്മുള. നിലവിൽ അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് സിറ്റിംഗ് MLA. 2016-ലും 2021-ലും തുടർച്ചയായി 2 തവണ വിജയിച്ച വീണ ജോർജിന് 2 ടേം വ്യവസ്ഥയിലൊക്കെ തന്നെ ഇളവ് നൽകി വീണ്ടും മൂന്നാമതൊരു തവണ കൂടി മത്സരിക്കാനുള്ള അവസരം കൊടുക്കാൻ CPM-ന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ ജോർജ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ എതിരാളി ആര് എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. കഴിഞ്ഞ 2 തവണയും വീണ ജോർജ് തോൽപ്പിച്ചത് കോൺഗ്രസിന്റെ മുൻ MLA ആയിരുന്ന ശിവദാസൻ നായരെയാണ്. അതുകൊണ്ട് തന്നെ ശിവദാസൻ നായർക്ക് ഇത്തവണ അവിടെ സീറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പകരം മറ്റൊരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി അവിടെ വീണ ജോർജിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നേറ്റം നോക്കുമ്പോൾ ആറന്മുളയിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പിടിപ്പുകേടൊക്കെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വല്ലാത്ത രീതിയിലുള്ളൊരു ബാഡ് ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ളൊരു എതിർവികാരം രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്കൊരു വിപ്രതിപത്തി ആരോഗ്യമന്ത്രിയോട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ വീണ ജോർജ് ഇത്തവണ തോൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പരമാവധി ആ ഒരു സാഹചര്യം പരമാവധി മുതലെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ചുറുചുറുക്കുള്ള ഒരു യുവ നേതാവിനെ തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ ആറന്മുളയിൽ രംഗത്തിറക്കുന്നത്. മറ്റാരുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അബിൻ വർക്കിയാണ് ആറന്മുളയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ സംസ്ഥാനത്ത് വലിയ രീതിയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ മുഖമായിട്ട് മാറുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അബിൻ വർക്കി. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ ശക്തമായ ശബ്ദമാണ്, UDFന്റെ ശക്തമായ ശബ്ദമാണ്. എതിരാളികളെയൊക്കെ തന്നെ നിലംപരിശാക്കുന്ന രീതിയിലുള്ള മികച്ച പ്രകടനമാണ്, മികച്ച വാഗ്മി കൂടിയാണ് അബിൻ വർക്കി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുവ നേതാവിനെ ആറന്മുളയിൽ രംഗത്തിറക്കുന്നതിലൂടെ ആ മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയും എന്ന UDF കോൺഗ്രസ് നേതൃത്വം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം, ആറന്മുള എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടൊരു UDFന്റെ കോട്ട തന്നെയാണ്. മുൻപ് പല ഘട്ടങ്ങളിലും UDF അവിടെ നിരവധി തവണ വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. എന്നാൽ 2011-ൽ അവിടെ K. ശിവദാസൻ നായർ മത്സരിച്ച് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. എന്നാൽ 2016-ലേക്ക് എത്തുമ്പോൾ അവിടെ വീണ ജോർജിനോട് പരാജയപ്പെടുകയാണ്. ആദ്യ തവണ 9,000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. എന്നാൽ 2021-ലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷം കൂടുന്നുണ്ട്. അങ്ങനെ 2 തവണ വിജയിച്ച വീണ ജോർജ് മൂന്നാമതൊരു തവണ കൂടി അംഗം കുറിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല. നേരത്തെ പുറത്തു വന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 13 മന്ത്രിമാർ, നിലവിലെ മന്ത്രിസഭയിലെ 13 മന്ത്രിമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. അതിൽ ഒരു മന്ത്രി എന്ന് പറയുന്നത് വീണ ജോർജാണ്. കാരണം അത്രയ്ക്കും പിടിപ്പുകെട്ട ഒരു മന്ത്രി എന്നുള്ള ഖ്യാതിയാണ് വീണ ജോർജ് 5 വർഷം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു മന്ത്രി എന്ന പേരോടുകൂടിയാണ് വീണ ജോർജ് പടിയിറങ്ങാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു ജനവികാരം വീണ ജോർജിനെതിരായിട്ട് സംസ്ഥാന വ്യാപകമായിട്ടും ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഉടലെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയതിനെ തുടർന്ന് കാണിച്ചു കൂട്ടിയ ചില വിക്രിയകളും
ചില നാടകങ്ങളും ഒക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഈ വിഷയത്തില് KSU പ്രവർത്തകർക്ക് അനുകൂലമായിട്ടാണ് പോലീസ് പോലും അവിടെ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മന്ത്രി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങള് നാടകങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അതൊക്കെ തന്നെ മന്ത്രിക്കൊരു മോശം പ്രതിച്ഛ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. CPM നേതൃത്വത്തിനും അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വീണ ജോർജിന്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള ജോർജ് അദ്ദേഹം അടുത്തിടയ്ക്ക് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു വീണ ജോർജിന് മത്സരിക്കാൻ സീറ്റ് പോലും കൊടുക്കരുത് എന്ന്. എന്തായാലും അബിൻ വർക്കി അവിടെ വരുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്താൻ കഴിവുള്ള ഒരു നേതാവാണ്, യുവ നേതാവാണ്. KSUയുടെ വളർന്നു വന്ന വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു നേതാവാണ്. ആ അബിൻ വർക്കിയിലൂടെ ആ മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില മണ്ഡലങ്ങളിൽ വനിതാ നേതാക്കൾ ഉൾപ്പെടെയാണ് കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. അതിലൊന്ന് ചിറയൻകീഴാണ്. ചിറയൻകീഴിൽ മുൻ MP കൂടിയായിട്ടുള്ള രമ്യ ഹരിദാസിനെ രംഗത്തിറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ കഴക്കൂട്ടത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള JS അഖിലിന്റെ ആ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയിട്ടുള്ള OJ ജനീഷാണ് മത്സരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ യുവാക്കൾക്ക്, വനിതകൾക്ക്, പുതുമുഖങ്ങൾക്കൊക്കെ തന്നെ ശക്തമായ പ്രാതിനിധ്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകുന്നുണ്ട്. അതിൽ പ്രമുഖരായിട്ടുള്ള ചില പേരുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. എന്തായാലും ആറന്മുളയിൽ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി വീണ ജോർജിനെ തറ പറ്റിക്കാനുള്ള കോൺഗ്രസിന്റെ UDFന്റെ നീക്കം അത് വിജയിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പത്തനംതിട്ടയിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമാണ് UDF നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും UDFന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പരമ്പരാഗതമായിട്ട് UDFന്റെ കോട്ടയായിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും UDFന് ജയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ അവിടെ 5 സീറ്റിലും വ്യക്തമായ മേധാവിത്വം നേടാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF അവിടെ കളത്തിലിറങ്ങുന്നത് തന്നെ. 5 മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം UDFനും കോൺഗ്രസിനും ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്.